നമസ്കാരം. ശ്രീലങ്ക, നേപ്പാൾ, മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിൽ പയറ്റിയ അതേ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭൂട്ടാനെയും ഇന്ത്യയിൽ നിന്നും അകറ്റാനുള്ള കഠിന പരിശ്രമത്തിലാണ് ചൈന ഇപ്പോൾ. പക്ഷേ മൊത്തം വിദേശ സഹായത്തിന്റെ 73% നൽകുന്ന ഇന്ത്യയെ അത്ര പെട്ടെന്ന് അങ്ങനെ കൈവിടാനൊന്നും ഭൂട്ടാന് സാധിക്കുകയുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തു വന്നതിന് ശേഷം മോദി തിരക്കിട്ട് ഭൂട്ടാനിലേക്ക് പായുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇത് വളരെ അപൂർവമായ ഒരു സാഹചര്യമാണ്. കാരണം രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അതിന് മണിക്കൂറുകൾക്ക് ശേഷം പ്രധാനമന്ത്രി തന്നെ മറ്റൊരു രാജ്യത്തേക്ക് പറന്നിരിക്കുന്നു. അതിനർത്ഥം അവിടെ കൃത്യമായ ഒരു നയതന്ത്ര ചർച്ച നടന്നിട്ടുണ്ട് എന്നുകൂടിയാണ്. ചൈനയുമായി നിലവിൽ ഭൂട്ടാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിർത്തി ചർച്ചകൾ തന്നെയാണ് ഇന്ത്യയുടെ ചങ്കിടിപ്പ് കൂട്ടുന്നത്. രണ്ട് രാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കമാണ് ഇന്ത്യക്ക് ഇനി പരിഹരിക്കാനുള്ളത്. അതിലൊന്ന് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്, മറ്റൊന്ന് ഭൂട്ടാനാണ്. ഇതിൽ ഭൂട്ടാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് ഈ കാലയളവിൽ വലിയ വേഗമേറിയിട്ടുണ്ട്. ഇതുവരെ 25 അതിർത്തികളിലെ ചർച്ചകൾ നടന്നിട്ടുമുണ്ട്. ഈ ഭൂട്ടാനും ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിൽ ഏറ്റവും അധികം ബാധിക്കപ്പെടാൻ പോകുന്ന മേഖല എന്ന് പറയുന്നത് ദോക്ല തന്നെയായിരിക്കും. ഇന്ത്യ, ചൈന, ഭൂട്ടാൻ എന്നീ 3 രാജ്യങ്ങളുമായും അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരു തന്ത്രപ്രധാന പ്രദേശമാണ് ഇവിടെ. ഇന്ത്യയുടെ സിക്കിമുമായി അതിർത്തി പങ്കിടുന്ന ദോക്ലയെ ഭൂട്ടാന്റെ ഭാഗമായാണ് ഇന്ത്യ കണക്കാക്കുന്നത്. എന്നാൽ തങ്ങളുടെ ചുംബി താഴ്വരയുടെ ഭാഗമാണ് ദോക്ല എന്നാണ് ചൈന അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ അതിർത്തി നിർണയത്തിലും പുനർനിർണയത്തിലും കൈമാറ്റത്തിലുമൊക്കെ ദോക്ല ഉൾപ്പെടുമോ എന്നുള്ള വലിയ ആശങ്ക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ നമ്മുടെ രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴിക്ക് തൊട്ടടുത്താണ് ഈ ദോക്ല എന്നുള്ള പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ചൈനയുമായുള്ള അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് പുറമെ അവരുമായി പുതിയ ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കം കൂടി ഭൂട്ടാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയും ഭൂട്ടാനും മാത്രം ഉണ്ടായിരുന്ന ചിത്രത്തിലേക്ക് ചൈന കൂടി എത്തുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വകയുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കടന്നുകയറ്റം ഉണ്ടായാൽ ഭൂട്ടാനിൽ ഇന്ത്യക്കുള്ള മേൽക്കൈ നഷ്ടമാവുകയും ചെയ്യും. സൈനിക വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയെ കൂടാതെ ചൈനയുടെ അഭിപ്രായം കൂടി ഭൂട്ടാന് അതേ തുടർന്ന് പരിഗണിക്കേണ്ടിയും വരും. മാത്രമല്ല, ശ്രീലങ്ക, നേപ്പാൾ, മാലിദ്വീപ് തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ ചൈന പയറ്റിയ അതേ തന്ത്രം ഉപയോഗിച്ച് ഭാവിയിൽ ഭൂട്ടാനെയും ഇന്ത്യയിൽ നിന്നും അകറ്റും എന്നുറപ്പാണ്. ഇതിന് തടയിടുന്നതിന് വേണ്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും മോദി ഭൂട്ടാനിലേക്ക് സന്ദർശനം നടത്തിയത്. എന്തായാലും നിലവിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളുടെ ഒരു ആധിക്യം കാരണമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കാതെ പോകുന്നത്. പക്ഷേ ഭൂട്ടാനുമായുള്ള ചൈനയുടെ പുതിയ കൂട്ടുകെട്ട് ഇന്ത്യക്ക് സമ്മാനിക്കുന്ന ആശങ്ക ചെറുതല്ല. അതിന് എത്രയും പെട്ടെന്ന് തടയിടാൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.